ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. 2013 തുടങ്ങി ഞാൻ മുംബൈയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ 2021 ഞാൻ OET എഴുതി ക്ലിയർ ആയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ് അയർലൻഡിലേക്കുള്ള ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏജൻസിയിൽ നിന്ന് പറഞ്ഞു നമുക്ക് റിസൈൻ ചെയ്ത് പോരാം. അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലാണ് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 2022 നവംബറിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിരുന്നു. ജനുവരിയിൽ കയറി പോവാം, എല്ലാം റെഡിയായതാണ് എന്ന് പറഞ്ഞ് കയറി വരുന്നു. അങ്ങനെ വന്ന് ഡിസംബറിൽ ആദ്യത്തെ വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആവുന്നു. ഓൾമോസ്റ്റ് അങ്ങനൊരു സംഭവം അതുവരെ അങ്ങനെ ഒരു സംഭവം നടക്കാറില്ലായിരുന്നു. നോർമലി വർക്ക് പെർമിറ്റ് റിജക്ഷൻ ആർക്കും അങ്ങനെ വരാറില്ലായിരുന്നു. അതൊരാദ്യത്തെ സംഭവമാണ്. ഏജൻസിക്കാരോട് ചോദിച്ചിട്ട് അവർക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല എന്താണ് റിജക്റ്റ് ആവാനുള്ള കാരണം, കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ 1 അല്ല 2 അല്ല 3 റിജക്ഷൻ. ഓൾമോസ്റ്റ് ഓരോ തവണയും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് 1.5 മാസത്തോളം എടുക്കും അതിൻ്റെ ഒരു അപ്രൂവൽ വരാൻ വേണ്ടിയിട്ട്. കാത്തിരുന്നു. 3 തവണ റിജക്റ്റായി. അങ്ങനെ മെയ് മാസമായി. മെയ് ആയപ്പം വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാം. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ നിർബന്ധം. പിന്നെ ഇങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. ആകെ മനസ്സ് മടുത്തൊരവസ്ഥയായിരുന്നു ശരിക്കും അന്നേരം. കാരണം അവിടെ നിന്ന് ഉണ്ടായിരുന്നൊരു ജോബ് കളഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന് നിന്ന് നാട്ടുകാരുടെ വീട്ടുകാരുടെ ചോദ്യങ്ങൾ, ഇതിനുള്ള ഉത്തരങ്ങൾ, ആകെ മനസ്സ് മടുത്തൊരവസ്ഥയിൽ നിൽക്കുമ്പം എന്തായാലും എന്നാൽ പിന്നെ ഒന്ന് വന്നേക്കാം, എന്താണെന്ന് നോക്കാം, അങ്ങനെ വിചാരിച്ചു വരുന്നു. ഉടമ്പടി എടുത്തു. എല്ലാം അവൾ പറയുന്ന പോലെ ചെയ്യണം, പോവാം, ചെയ്യാം. അങ്ങനെ ആകെ ഒരു മടിയായിരുന്നു എല്ലാത്തിനും. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, പത്രം കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ ഒരു മടി. പിന്നെ അതങ്ങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ പോയ നമ്മുടെ നാട്ടിൽ തന്നെ അവിടുത്തെ ഒരു കരുണാലയം എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോം പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ സ്ഥിരം അങ്ങ് പോവുക. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ പോകുന്നതിനോ അവിടെ നിൽക്കുന്നതിനോ. രാവിലെ സാധാരണ പോയി നമുക്ക് അവിടുത്തെ മോർണിംഗിൽ അവരുടെ ഒരു കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നോർമലി നമുക്ക് തിരിച്ചു പോരാം. ഞാനവിടെ പിന്നെ അങ്ങ് നീന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വൈകുന്നേരം വരെയൊക്കെ അവിടെ നിൽക്കും. വൈകുന്നേരം ആകുമ്പോഴേ പോരുള്ളൂ. അവിടെ നിൽക്കാനും അവരോടൊക്കെ സംസാരിക്കാനും മിണ്ടാനും. അവരും ഒരുപാട് കാര്യമായിട്ടുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കാനും മിണ്ടാനൊക്കെ തുടങ്ങി. ആളുകളുമായിട്ട് ഒരുപാട് എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊരു നേഴ്സും കൂടെ ആയതുകൊണ്ട് അവിടെയുള്ളവർ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ നമ്മളടുത്ത് ചോദിക്കാനും തുടങ്ങി. അവരുടെ മെഡിസിൻ്റെ കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് അവിടെ അവിടെ അങ്ങനെ ഒരു രസം, ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നിന്ന് അവിടെ. കാര്യം പറഞ്ഞാൽ അന്നേരം ഞാൻ ശരിക്കും ഈ ഇവിടെ വന്ന് ഇതിൽ വെച്ച നിയോഗങ്ങളുടെ പോകാനുള്ള കാര്യം അതൊക്കെ ശരിക്കും അങ്ങ് മറന്നു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ. കാരണം അതൊക്കെ ഞാൻ ഒരുപാട് അവിടെ നിന്നപ്പം ഒരുപാടൊക്കെ എൻജോയ് ചെയ്തു, അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് നിന്നു. ഞാൻ അതായത് ഇവിടെ വന്ന് മെയ് 4 എടുക്കുന്നു. ജൂൺ 14 ദിവസങ്ങൾ കഴിഞ്ഞു പോയതൊന്നും പെട്ടെന്ന് അറിഞ്ഞില്ല. 14-ാം തീയതി എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എൻ്റെ OETയുടെ വാലിഡിറ്റി ആ നവംബറിൽ തീരും. 2 വർഷമേ വാലിഡിറ്റി ഉള്ളൂ. കാരണം 3 തവണ റിജക്ഷൻ, ഓൾമോസ്റ്റ് 6 മാസം. ഞാൻ റിസൈൻ ചെയ്ത് വന്നിട്ട് 8 മാസത്തോളം പ്രസ്സായി. അങ്ങനെ എല്ലാം നോക്കുമ്പം ഇനി ആ OET വാലിഡ് ഒരിക്കലും ഉണ്ടാവില്ല, അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു. അത് ഏകദേശം കഴിഞ്ഞു പോയി. മിക്കവാറും തിരിച്ചു പോവുക, വേറെ എവിടെയെങ്കിലും ജോലിക്ക് നോക്കുക എന്നുള്ളൊരു കണക്കൂട്ടില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ ഏജൻസിയിൽ നിന്ന് അവരിങ്ങനെ മെസ്സേജ് അയക്കത്തു. കാരണം അവിടുത്തെ ടൈമിങ്ങുമായിട്ടുള്ള ഒത്തിരി വ്യത്യാസം. കാരണം അവിടെ നിന്നുള്ള അപ്രൂവൽ വരുന്നത് നമ്മുടെ ഒരു ആഫ്റ്റർനൂൺ ടൈമിലാണ് വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടറായിപ്പോയി. ATWS വന്നു. ഓക്കെ. പിന്നെ വിസയുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അന്നേരം ഞാൻ പിന്നെ ഇതിലേക്ക് തിരിച്ച് പെട്ടെന്ന് അതിലേക്ക് ചിന്തിക്കുന്നത്, ഞാൻ അതിൽ വെച്ച നിയോഗങ്ങളെക്കുറിച്ച് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ നിയോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയായിരുന്നു. ഇത് കിട്ടിയതോടുകൂടി പെട്ടെന്ന് ഞാൻ അതിലേക്ക് തിരിച്ചു വന്നു. ഒരുപാട് ബൈബിള് വായിക്കുന്നതാകട്ടെ, കൊന്ത ചെല്ലുന്നതാകട്ടെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പറ്റുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വണ്ടിയിലിരുന്ന് അങ്ങ് ചെല്ലും. വീട്ടിൽ ചെല്ലാൻ പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് ഒരുമിച്ചിരുന്ന് ചെല്ലാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്.
അങ്ങനെയൊക്കെയായി ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ശരിക്കും പ്രാർത്ഥനയിൽ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ചെറിയ പിള്ളേർക്ക് വരുന്ന പനി, ജലദോഷം, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായ പോലും പ്രാർത്ഥനാ നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അന്നേരം തൈലം ഇവിടുന്ന് തന്ന തൈലം, ഉപ്പ് അങ്ങനെയുള്ളതെല്ലാം ഉപയോഗിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങളിൽ നമുക്കതിൽ നിന്ന് മാതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായാലും ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോഴായാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകാനും നല്ലൊരു താമസ സൗകര്യം, അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അന്ന് നിയോഗങ്ങളിൽ വെച്ചിരുന്നു. ആ ഒരു നിയോഗങ്ങളിൽ വെച്ചിരുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ശരിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് 2 മാസത്തേക്കുള്ള അക്കോമഡേഷൻ തന്ന ആ ലാൻഡ് ലോഡ് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, നീ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് 8 മാസം അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ കമ്പാരിറ്റീവ്ലി നമ്മൾ വേറൊരു വീടോ കാര്യങ്ങളോ എടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോസ്റ്റ് ആവേണ്ടത് എനിക്ക് 4-1 കോസ്റ്റ് പോലും അവിടെ ആവുന്നില്ലായിരുന്നു. അവരാണെങ്കിൽ സ്വന്തം ഫാമിലിയെ പോലെയുള്ള രീതിയിൽ കാണാൻ തുടങ്ങി. പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോവുക. വളരെ ഞാൻ റിയലി അവിടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പക്ഷേ അന്നേരം ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് എടുത്ത ഇത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം പുറത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലുകളിൽ നമ്മൾ ആ ഡ്യൂട്ടിക്കുള്ള സമയങ്ങളിൽ പേഷ്യൻസിനോട് അവരുടെ റിലേറ്റീവ്സിനോട് സംസാരിക്കുമ്പോഴും അവരുടെ സംശയങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് നിന്നുണ്ടാകുന്ന നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി, അത് വളരെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല അത് എന്തായിരുന്നെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അഡാപ്റ്റേഷൻ്റെ പീരീഡ് ആയാൽ പോലും 6 ആഴ്ചയാണ് മിനിമം. അത് 12 ആഴ്ച വരെ പോവാം. ഞാൻ അന്നേരം കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് റിജക്റ്റായി, അതിൽ നിന്ന് റിജക്റ്റായി പോകുന്നത്. അതിലൊക്കെ റിജക്റ്റ് ആയാൽ പിന്നെ തിരിച്ചു വരിക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. എനിക്ക് കിട്ടിയത് 2 മലയാളികളായ 2 സീനിയേഴ്സിനെ അവിടെ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത, സെയിം ഹോസ്പിറ്റലിൽ 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തവരെ. അവരിത്രയും ബെനഫിഷ്യലായ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് ഒരുപാട് ഫ്രീഡം തന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുമുള്ള അവസരങ്ങൾ തന്ന് കൃത്യം 6 ആഴ്ച തികയണതിന് മുന്നേ എന്നെ അവരുടെ സൈൻ ഓഫ് കാര്യങ്ങളെല്ലാം ചെയ്തു. 6 ആഴ്ചയിൽ പേപ്പറുകളും കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു, പിൻ നമ്പർ കിട്ടി, എല്ലാം വളരെ ഭംഗിയായി നടന്നു. അന്നേരം തുടങ്ങി ഞാൻ ആഗ്രഹിക്കുന്നതാണ് തിരിച്ചിവിടെ വന്ന് ഇതുപോലെ ഇവിടെ നിന്നൊരിക്കൽ പറയാൻ കഴിയും. അതിനെല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ടായത് എൻ്റെ ഭാര്യയാണ്. അവളാണ് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസം അതുണ്ട്. കാരണം ജനിച്ചതൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. പേരൻസ് വിശ്വാസമുള്ളവരാണ്, ഗ്രാൻഡ് പേരൻസ് അവരും വിശ്വാസമുള്ളവരാണ്. അപ്പം ആ രീതിയിലുള്ളൊരു വിശ്വാസം എല്ലാവരിലും ഉണ്ടെന്ന് പറയുന്നൊരു വിശ്വാസം. പിന്നെ അതൊക്കെ കുറേ മാറി അതിൽ നിന്നൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് വന്നതായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കാൻ പറ്റുമ്പോഴൊക്കെ ബൈബിൾ വായിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഇപ്പോൾ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളിവിടെ വരുമ്പം ഇവള് ഉണ്ടായിട്ടില്ല, കാരണം ക്യാരിയിങ് ആയിരുന്നു ആ സമയത്ത് ഇവിടെ വരുന്ന സമയത്ത്. ഇപ്പോൾ അവൾക്ക് 7 മാസം കഴിഞ്ഞു, മാമോദിസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ കൂടെ എല്ലാം വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. മൂത്തയാളുടെ ആദ്യ കുർബാനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം ഭംഗിയായി നടന്നു. എല്ലാത്തിനും അനുഗ്രഹം ഒരുപാട് തന്ന യേശുവിനും മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു.